ശ്രീമന്നാരായണീയം ദശകം 14 കപിലാവതാരം. ശ്ലോകം 8. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശതവർഷമധവ്യതീത്യസോയം നവകന്യാസമവാപ്യധന്യരൂപ വനയാന സമുദ്യതോപി കാന്താഹിതകൃത്വജ്ജനനോത്സുകോന്യവാപ്സീത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, കർദമൻ ഭഗവാന്റെ ആ അനുഗ്രഹം കൊണ്ട് കിട്ടിയ ശക്തി കൊണ്ട് ദേവഹൂതിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിമാനം ഉണ്ടാക്കി അനേകം പരിചാരികമാരോട് കൂടി അതിൽ ദിവ്യമായിട്ടുള്ള ഭൂമികളിലെല്ലാം ആകാശമാർഗേണ മുകളിൽ കൂടി സഞ്ചരിച്ചെല്ലാം കാണിച്ചു കൊടുത്ത് ഭൂമി വരെ കാണിച്ചു കൊടുത്തത് അതിൽ പറയുന്നുണ്ട്. ഭാഗവതത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദേവഹൂതിയെ കാണിച്ചു കൊടുക്കുന്നത് ഉരുണ്ടിരിക്കുന്ന ഭൂമി, ആ ഭൂമി വരെ ദേവഹൂതിയെ എല്ലാം കാണിച്ചു കൊടുത്ത് അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് ആ വിമാനത്തിൽ കഴിഞ്ഞു. അനന്തരം സ അയം, ആ കർദമൻ ശതവർഷം വ്യതീത്യ 100 സംവത്സരം ഇങ്ങനെ ദേവഹൂതിയോടൊപ്പം ക്രീഡാസുഖങ്ങളെല്ലാം അനുഭവിച്ച ശേഷം, വ്യതീത്യ കഴിച്ചു കൂട്ടിയിട്ട്, ദേവഹൂതിയോടൊപ്പം കഴിച്ചു കൂട്ടിയിട്ട് സന്തോഷകരമായിട്ട് കഴിച്ചു കൂട്ടിയിട്ട് ധന്യരൂപ സുന്ദരിമാരായ നവ കന്യ 9 പുത്രിമാരെ സമവാപ്യ ലഭിച്ചിട്ട്, ആ കാലം കൊണ്ട് ഇവർക്ക് 9 പുത്രിമാരുണ്ടായി. സുന്ദരിമാരായിട്ടുള്ള 9 പുത്രിമാര് ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ വനയാന സമുദ്യത അപി, വനയാന സമുദ്യത, യാനം എന്ന് പറഞ്ഞാൽ ഇവിടെ പോക്ക്, പോവൽ എന്നൊക്കെ അർത്ഥം. വനത്തിലേക്ക് തപസ് ചെയ്യുവാനായി പോകുവാൻ ഉദ്യത, ഒരുങ്ങി, അപി ഒരുങ്ങിയിട്ടും. ഇവിടെ തപസ് ചെയ്യുവാനായിട്ട് 9 പുത്രിമാരുണ്ടായി കഴിഞ്ഞപ്പോൾ കർദമൻ തപസ് ചെയ്യുവാനായിട്ട് വനത്തിലേക്ക് പോകുവാനായിട്ട് ഒരുങ്ങി. ആ സമയത്ത് ദേവഹൂതിയുടെ കാന്താഹിതകൃത്, ദേവഹൂതിയുടെ ഇഷ്ടം നോക്കുന്നവനായിട്ട് വനത്തിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ദേവഹൂതി പറഞ്ഞു, ഭഗവാൻ തന്നെ മകനായിട്ട് ജനിക്കാം എന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പം ഒരു മകനും കൂടെ ഉണ്ടായിട്ട് വനത്തിലേക്ക് പോയാൽ മതി എന്ന് ദേവഹൂതി കർദമനോട് പറഞ്ഞു. ആ ദേവഹൂതിയുടെ ആ ഇഷ്ടം, ആ ആഗ്രഹം സാധിക്കുവാനായിട്ട് ത്വത് ജനന ഉത്സുക, ത്വത് നെന്തിരുവടിയുടെ ജനന, ജനനത്തിൽ ഉത്സുക താല്പര്യത്തോടുകൂടി നവാസീത് ഗൃഹത്തിൽ തന്നെ താമസിച്ചു. ഇവിടെ 9 പുത്രിമാര് ഉണ്ടായി കഴിഞ്ഞപ്പോൾ 100 കൊല്ലം കൊണ്ട് സന്തോഷകരമായ ജീവിതം നയിച്ച് അതിനിടയിൽ 9 പുത്രിമാരുണ്ടായി കഴിഞ്ഞപ്പോൾ ആഗ്രഹങ്ങളെല്ലാം നശിച്ച് കാട്ടിലേക്ക് പോകാനായിട്ട് കർദമൻ ഒരുങ്ങുകയാണ്. ദേവഹൂതി അപ്പോൾ സ്നേഹത്തോടുകൂടി പ്രേമത്തോടുകൂടി തടഞ്ഞു നിർത്തി. ഞാൻ മകനായി വരും എന്ന ആ ഭഗവാന്റെ വചനം, വിഷ്ണു വചനം ഓർത്ത് ഭഗവാനെ പ്രതീക്ഷിച്ചും ഭാര്യയെ സന്തോഷിപ്പിച്ചും കർദമൻ അവിടെ തന്നെ കഴിച്ചുകൂട്ടി. ഇനി കപിലൻ ഉണ്ടായതിനു ശേഷമാണ് കർദമൻ വനത്തിലേക്ക് പോവുകയുള്ളൂ.
സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.